വീണ്ടും വരുന്നവനായി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവ് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കട്ടെ. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരം നീട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു ചെറിയ ചിന്ത ഞങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. 33-ാം സങ്കീർത്തനം അതിൻ്റെ 18-19 വാക്യങ്ങൾ. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്ന മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോട് രക്ഷിപ്പാനും തന്നെ. 33-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് പറയുന്നു. അതിൻ്റെ പശ്ചാത്തലമൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. അതിൽ അനേക കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമാണ് നാം വായിച്ചു കേട്ടത്. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. അപ്പോൾ യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്ന മേലും ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും മേൽ ആ ദൈവത്തിൻ്റെ ദൃഷ്ടിയില്ല. എല്ലാവർക്കും വേണ്ടി ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല. ചിലർക്ക് വേണ്ടി മാത്രമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്. നമ്മൾ 2 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്തന്മാർ ആയിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും മൂടാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരായി ദൈവത്തിൽ നിന്ന് വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിപ്പാൻ ഭൂമിയിലെല്ലായിടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആ കണ്ണ് എന്നെ കാണുന്നുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്, പ്രാർത്ഥിക്കുന്ന നിൻ്റെ വിഷയങ്ങൾ കാണുന്നുണ്ട്. ഈ ദിവസങ്ങൾ ആ വചനം വെച്ച് പ്രാർത്ഥിച്ചാണ്. ആ വചനത്തിൻ്റെ ശക്തിയുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്ന മേലും. അപ്പോൾ എല്ലാവരുടെ മേൽ ആ കരമില്ല, ആ കണ്ണില്ല. ഒന്നാമത് പറയുന്നു യഹോവ തൻ്റെ ഭക്തന്മാരുടെ മേലും 2 ദയയ്ക്കായി പ്രത്യാശിക്കുന്ന മേലും. ഒന്നാമത് യഹോവയുടെ ദൃഷ്ടി ഉള്ളത് ഭക്തന്മാരുടെ മേലാണ്. ആരാണ് ഭക്തൻ എന്ന് പറഞ്ഞാൽ? ബൈബിൾ വായിക്കുമ്പോൾ യഹോവയെ സ്നേഹിക്കുന്ന, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്ന, യഹോവയെ മാത്രം ആരാധിക്കുന്ന, യഹോവയുടെ വചനം ധ്യാനിക്കുന്ന, യഹോവയുടെ ആലോചനപ്രകാരം നടക്കുന്ന, അങ്ങനെ പല ഉദാഹരണങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നീ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, നീ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നൊരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, നീ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നൊരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, ഹല്ലേലൂയ, നീ വചനം ധ്യാനിക്കുന്നൊരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിൻ്റെ പേരാണ് ഭക്തൻ എന്ന് പറഞ്ഞത്. അപ്പോൾ യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും എന്ന് പറഞ്ഞാൽ, ദൈവമേ ഒരു വിടുതൽ അയക്കണമേ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കണമേ എന്നൊരു ദയയ്ക്ക് വേണ്ടി യാചിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി അനുകൂലമായി വെളിപ്പെടുവാൻ പോവുകയാണ്. ഇവിടെ പറഞ്ഞു, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്ന മേലും ഇരിക്കുന്നു. എന്തിനൊക്കെയാണ്? അതിൻ്റെ 33-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൽ പറഞ്ഞു, 1 അവരുടെ പ്രാണനെ മരണത്തിന് വിടുവിപ്പാനും 2 ക്ഷാമത്തിൽ അവരെ ജീവനോട് രക്ഷിപ്പാനും തന്നെ. അപ്പോൾ 2 കാര്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ വാക്കിൽ പറഞ്ഞു. 1 അവരുടെ പ്രാണനെ മരണത്തിന് വിടുവിപ്പാനും. ഒന്നാമത് ദൈവം ചെയ്യുന്ന കാര്യം മരണത്തിന് വിടുവിക്കും. എങ്ങനെയാണ് മരണത്തിൽ നിന്ന് വിടുവിക്കുന്നതിനെ പറ്റി നമ്മൾ ഒരുപാട് ഉദാഹരണം ബൈബിളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പത്രോസിന് അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ആ കാലത്ത് ഹെരോദാവ് ഇതാ സഭയ്ക്കെതിരെ വലിയ പീഡനം അഴിച്ചുവിടുകയാണ്. ഓരോ അപ്പോസ്തലന്മാരെ കൊന്നു. ഇതാ അവസാനം പത്രോസിനെ ചില നാൾ കഴിഞ്ഞ് വിധിക്കുവാൻ വേണ്ടി തടവിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ പത്രോസിനെ വിധിച്ച് കൊല്ലുവാൻ വേണ്ടി വിധി കൽപ്പിച്ചിതാ പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്.
എന്നാൽ ഇതാ അവിടെ എഴുതിയിരിക്കുന്ന സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ദൂതൻ കടന്നു എന്ന് ആ പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരാനിടയായിത്തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൻ്റെ ദൂതനെ അയച്ച് മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാനും നീയും ആരാധിക്കുന്നത്. ദൈവത്തിന് മരണത്തിൽ നിന്ന് വിടുതൽ തരുവാൻ കഴിയും. അത് രോഗമായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം, മറ്റ് പല പ്രതിസന്ധികളായിരിക്കാം. ഏത് രീതിയിൽ കടന്നു വരുന്ന മരണങ്ങളും അനർത്ഥങ്ങളിൽ നിന്ന് നമ്മുടെ ദൈവത്തിന് നമ്മളെ വിടുവിക്കാൻ കഴിയും. ഇപ്പോൾ ദാവീദിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ദാവീദ് പറഞ്ഞു, ഞാനും മരണവും തമ്മിൽ ഏകദേശം ഒരടി വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അത്രത്തോളം അടുത്ത് വന്നിട്ടും ആ ദാവീദിനെ ദൈവം വിടിയിക്കുവാനിടയായിത്തീർന്നു. യോസഫിനെ പറ്റി അറിയാം, അവനെ പൊട്ടക്കിണറ്റിട്ടതാണ്. ഹല്ലേലൂയ. ചില മണിക്കൂറുകൾ അവിടെ കിടന്നുവെങ്കിലും ഇതാ തന്നെ അവിടുന്ന് വിടുവിക്കുകയാണ്. ആ പൊട്ടക്കിണറ്റിൽ കിടന്നാൽ നിശ്ചയമായും കുറച്ച് ആൾ കഴിയുമ്പോൾ മരിച്ചു പോകും. അവനെ അവിടുന്ന് വിടുവിക്കാനിടയായി. ഇതാ എരിയുന്ന തീച്ചൂളയിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഇട്ടിരിക്കുന്നത് അവരവിടെ കിടന്ന് കൊല്ലുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇതാ അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, ഹല്ലേലൂയ, തൻ്റെ ഭക്തന്മാരുടെ അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും, രണ്ടാമത്തെ കാര്യം ക്ഷാമത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ. അപ്പോൾ ദൈവം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം മരണത്തിൽ നിന്ന് അവരെ വിടുവിക്കാനിടയായിത്തീരും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത മരണത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ കഴിയുന്നൊരു നല്ല ദൈവമാണ്. 68 സങ്കീർത്തനം 20 വാക്യത്തിൽ പറഞ്ഞു, ദൈവം നമുക്ക് ഉദാഹരണമുള്ള ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നീ മരിക്കണോ, നീ ജീവനോടിരിക്കണോ എന്നൊക്കെയുള്ള നീക്കുപോക്കുകൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറഞ്ഞ് എന്നെ കേൾക്കുന്ന ചിലരുന്ന് അങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ മാറിപ്പോവുകയാണ്. മരണത്തിൻ്റെ പ്രതികൂലങ്ങൾ മാറിപ്പോവുകയാണ്. രോഗമായിരിക്കാം, മറ്റ് പ്രതികൂലമായിരിക്കാം. അങ്ങനെയുള്ള പ്രതിസന്ധിയുള്ളവർ പ്രാർത്ഥിച്ചാട്ട് ദൈവം ഒരു നീക്കുപോക്ക് നൽകിത്തരും. വളരെ രോഗത്തിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ പ്രാർത്ഥിച്ചാട്ട് നിശ്ചയമായും ദൈവത്തിൻ്റെ കരം തൊട്ട് നിന്നെ സൗഖ്യമാക്കി നിൻ്റെ ആയുസ്സിനെ നീട്ടിത്തരുവാൻ ദൈവത്തിന് കഴിയും. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിനത് കഴിയും. ഒന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്, പ്രൈസറോ, അവരുടെ പ്രാണനെ മരണത്തെ വിടുവിപ്പാനും. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. അപ്പോൾ രണ്ടാമത്തെ ദൈവത്തിൻ്റെ പ്രത്യേകത, ക്ഷാമകാലത്ത് ദൈവത്തിന് നമ്മളെ വിടുവിപ്പാൻ കഴിയും. ക്ഷാമം എന്ന് പറയുമ്പോൾ യുദ്ധം മുഖേനയോ അല്ലെങ്കിൽ വലിയ പകർച്ചവ്യാധി മുഖേനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മഹാമാരി മുഖേന ലോകത്ത് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയ്ക്കാണ് ക്ഷാമം എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ഷാമം ഈ ലോകത്തുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത, ക്ഷാമത്തിൽ നിന്ന് നമ്മളെ വിടുവിപ്പാൻ കഴിയും, നമ്മളെ സഹായിപ്പാൻ കഴിയും. നമുക്ക് ഒരുപാട് ഉദാഹരണം ബൈബിളിലുണ്ട്. നമുക്കിതാ 1 രാജാക്കന്മാരുടെ പുസ്തകം 17 അധ്യായം 3 വാക്യത്തിൽ പറയുകയാണ്, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് യോർദാന് കിഴക്കുള്ള കിരീത്തോട്ടിനെ ഒളിച്ചിരിക്കുക. നീ തോട്ടിൽ നീ കുടിച്ചുകൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഒരു കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാ ദൈവത്തിൻ്റെ ഭക്തനാണ്, ഭക്തനാണ് ഏലിയാവ്. ആ വലിയ ക്ഷാമകാലത്ത് തോടെല്ലാം പറ്റി ഒട്ടും കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ, ആഹാരത്തിനും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ ശബ്ദം ഏലിയാവിനോട് പറയുകയാണ്, ഹല്ലേലൂയ, നീ എന്ത് ചെയ്യണം? നീ പുറപ്പെട്ട കിഴക്ക് എന്ന യോർദാന് കിഴക്കുള്ള കിരീത്തോട്ട് ഒളിച്ചിരിക്കുക. നിനക്ക് കുടിക്കാനുള്ള വെള്ളം അവിടെ നിനക്കുണ്ട്. മാത്രമല്ല നിന്നെ പോറ്റേണ്ടതിന് ഒരു കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആ ക്ഷാമകാലത്തും ആരും കുടിക്കാൻ വെള്ളമില്ലാതെ തോടെല്ലാം വറ്റി വരണ്ട് കഴിയുന്ന ആ സമയത്തും തൻ്റെ ഭക്തന് കുടിക്കാനുള്ള വെള്ളം എവിടെ ഉണ്ടെന്നും തരുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഏലിയാവിനോട് പറയുകയാണ്, നീ അവിടെ ചെന്ന് കിരീത്തോട്ട് ഒളിച്ചിരിക്കാം. എന്നിട്ട് പറയുകയാണ്, നിന്നെ കഴിക്കാൻ നിനക്ക് ആഹാരം തരേണ്ടതിന്, ഭക്ഷണം തരേണ്ടതിന് കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഒരു ദൈവദാസനാണോ, ദൈവ പൈതലാണോ, എല്ലാ വഴികളും അടയുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം കാക്കയൊരുക്കുന്ന ദൈവമാണ്. അത് സുവിശേഷ വേല തന്നെ ആയിരിക്കണമെന്നില്ല, മറ്റേത് അവസ്ഥയിലാണെങ്കിലും നിനക്ക് വേണ്ടി കാക്കയെ ഒരുക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ദേശത്ത് മഴ പെയ്യാൽ കുറേ നാൾ കഴിഞ്ഞ ദിവസം തോട് വെട്ടിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഏലിയാവിനോട് പറയുകയാണ്, ഹല്ലേലൂയ, നീ ചെന്ന് സീദോനോട് ചേർന്ന് സാരാപത്തിലേക്ക് ചെല്ലുക, നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ അവിടെ ഒരു വിധയോട് കൽപ്പിച്ചിരിക്കുന്നു.
അപ്പോൾ ഈ കാക്കയുടെ വരവും തോട്ടിൻ്റെ വെള്ളമൊക്കെ പറ്റുമ്പോൾ അടുത്ത ദൈവത്തിൻ്റെ പദ്ധതി, നീ സാരാഫത്തിൽ ചെന്ന് ഒരു വിധവയോട് വിധവയോട് അവിടെ ചെന്ന് പാർക്കാം, ഞാൻ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കാക്കയെ കൊണ്ട് പുലർത്തുവാൻ ദൈവത്തിന് കഴിയും, വിധവയും കൊണ്ട് നിന്നെ പുലർത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിലെ നീ ഒരു ദൈവ പൈതലാണോ? നീ ദൈവഭക്തനാണോ? നിനക്ക് ഉള്ള ആഹാരം നൽകി തരുവാൻ, നിന്നെ സഹായിപ്പാൻ ദൈവത്തിന് കഴിയും. അതുപോലെ തന്നെ നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഒബദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ട് എന്ന് 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു. ഇതാ അന്നും ഏലിയാവിനെ മാത്രമല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ വേറെ അനേക പ്രവാചകന്മാരുണ്ട്. അവരും ക്ഷാമകാലത്ത് വല്ലാതെ പ്രയാസപ്പെടുകയാണ്, വെള്ളവും അപ്പവും ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഒബദ്യാവിനെ അധികം ഒരുക്കുകയാണ്. അവരെ കൂട്ടിക്കൊണ്ടിരുന്ന ആ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ഗുഹയിൽ ഒളിപ്പിച്ചിട്ട് 50 പേരായി ഒളിപ്പിച്ചിട്ട് അവർക്ക് അപ്പവും വെള്ളവും കൊടുക്കുകയാണ്. അപ്പോൾ ആ പ്രവാചകന്മാരെ, ആ ദൈവദാസന്മാരെ പുലർത്തിയ ദൈവത്തിന് എന്നെ പുലർത്താൻ കഴിയും, നിങ്ങളെ പുലർത്താൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ക്ഷാമത്തിന് അവരെ വിടുവിപ്പാനും, നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ദേശം മുഴുവനും ക്ഷാമം കൊണ്ട് നിറഞ്ഞപ്പോൾ ആ ഫറവോൻ പറയുകയാണ്, ഫറവോനോട് നിലവിളിക്കും, ഫറവോൻ നിങ്ങൾ യോസെഫിൻ്റെ അടുക്കൽ ചെല്ലുവിൻ, അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്യുവിൻ. ഇത് ആ ക്ഷാമകാലത്ത് മിസ്രൈമിൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ യോസെഫിൻ്റെ അടുക്കൽ ചെല്ല്. ഒരു അനുഗ്രഹിക്കപ്പെട്ട യോസെഫുണ്ട്. ഈ ക്ഷാമകാലത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു യോസെഫുണ്ട്. യോസെഫ് ബൈബിൾ പഠിക്കുമ്പോൾ യേശു കർത്താവിന് സദൃശ്യമാണ്. നമ്മുടെ കർത്താവായ യോസെഫായ നമ്മുടെ നല്ല കർത്താവ് ഈ ക്ഷാമകാലത്തും പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് വേണ്ടി ഒരു കരുതിയിട്ടുണ്ട്. അവൻ്റെ അടുക്കൽ കടന്നു ചെന്നാൽ അവൻ നിങ്ങൾക്ക് ആവശ്യമായ ധ്യാനവും ആവശ്യമായ ആഹാരത്തിലുള്ള വഴികളും നിനക്ക് ഒരുക്കി തരുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, അവരുടെ പ്രാണനെ മരണത്തിന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്ന മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരുടെ ജീവനോട് രക്ഷിപ്പാനും തന്നെ. ആ ഏലിയാവിനെ പുലർത്തിയ ദൈവം, ആ യോസെഫിൻ്റെ അടുക്കൽ കടന്നു വന്ന സഹോദരന്മാരെ അനുഗ്രഹിച്ച ദൈവം, ആ ഒബദ്യാവിൻ്റെ അടുക്കൽ വന്ന പ്രവാചകന്മാർക്ക് വേണ്ടി പോറ്റി പുലർത്തിയ ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നു. ആ പത്രോസിനെ ആ കാരാഗ്രഹത്ത് മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വിടുവിച്ച ദൈവം, ആ ദാവീദിനെ വിടുവിച്ച ദൈവം, ആ യോസെഫിനെ പൊട്ടക്കണത്തിന് വിടുവിച്ച ദൈവം ഇന്ന് രാത്രി ആ ദൈവം ജീവിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആ വചനപ്രകാരം ദിവസം മുട്ടുമടക്കിയാട്ട് പ്രാർത്ഥിച്ചാട്ട്, ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തികം ഞെരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറക്കട്ടെ, പുതിയ വഴിയും വാതിലും തുറക്കപ്പെടട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, ആത്മീയത്തിലും ഭൗതികത്തിലും എല്ലാം ഒരു അനുഗ്രഹം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. വഴികൾ തുറന്നു വരട്ടെ. ദിവസങ്ങളിൽ ഭക്തന്മാരാകാത്തവർ, പ്രാർത്ഥന മുടങ്ങിയവർ, ആരാധന മുടങ്ങിയവർ, ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാത്തവർ ദൈവത്തിലേക്ക് അടുത്ത് വന്നാട്ടെ. ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അനുഭവിച്ചാട്ടെ, വിടുതൽ ഏറ്റെടുത്താട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.